ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ ഗൈസ്. അപ്പോൾ ഇന്ന് ഇറങ്ങിയ രണ്ടാമത്തെ മൂവി ആയിട്ടുള്ള വാർ 2 മൂവി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഷോ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പടം ഡയറക്ട് ചെയ്തേക്കുന്നത് അയൻ മുഖർജി എന്ന് പറയുന്ന ആളാണ്. പടത്തിന്റെ സ്ക്രീൻ പ്ലേ ചെയ്തേക്കുന്നത് ശ്രീധർ രാഘവൻ എന്ന് പറയുന്ന ആളാണ്. സ്റ്റാർ കാസ്റ്റിലേക്ക് വരുമ്പോൾ ഹൃതിക് റോഷൻ ഉണ്ട്, ജൂനിയർ എൻടിആർ ഉണ്ട്, കിയാറ ഉണ്ട്. അങ്ങനെ ലോട്ട്സ് ഓഫ് അധികം കുറച്ച് ആൾക്കാർ തുടങ്ങിയിട്ടുണ്ട്. മറ്റേ വാർ 1-ൽ നിന്നും കുറച്ച് ആൾക്കാരെ ഇങ്ങോട്ടൊക്കെ തട്ടിയിട്ടുണ്ട്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ്, ഇന്ന് ഇറങ്ങിയ രണ്ട് പടവും പോയി ഗൈസ്, കയ്യിൽ നിന്ന് പോയി. കൂലി അത് വേറൊരു വഴിക്ക് പോയി. അതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ തന്നെ നമ്മളൊരു ഫുൾ വീഡിയോ ആയിട്ടും ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്ത പോയി കാണുക. ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൈസ്, സ്പൈ യൂണിവേഴ്സ് ഓക്കെ, അത് തന്നെയാണ് പടം. സ്പൈ തന്നെയാണ്. സ്പൈ യൂണിവേഴ്സ്, പിന്നെ ലാർജർ ദാൻ ലൈഫ്, ഇതൊക്കെ കാണിക്കുന്ന ഒരു ഹിന്ദി പടം. പക്ഷേ വാർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈഗർ ഷറഫ്, ഹൃതിക് റോഷൻ, നമുക്ക് അതിനകത്തുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ, ഇവർക്കിടയ്ക്കുള്ള ഒരു ബോണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണർ സാധനങ്ങളൊക്കെ, അത് തന്നെയാണ് അവർ ഇങ്ങോട്ടും പിടിക്കാൻ ശ്രമിച്ചേക്കുന്നതും അല്ലെങ്കിൽ പിടിച്ചേക്കുന്നതും. പക്ഷെ അത് നമുക്ക് ഫസ്റ്റിനകത്ത് കണ്ടപ്പോൾ നമുക്ക് വർക്കായ കുറേ സാധനങ്ങളൊന്നും, കുറേ എന്നല്ല, മൊത്തം സാധനങ്ങൾ നമ്മൾ അവിടെ കണ്ടേക്കുന്നൊന്നും ഇവിടോട്ട് വർക്കായിട്ടില്ല കേസ്. ഈ വാർ 2-നകത്ത് വന്നപ്പോഴത്തേക്ക് സ്ക്രീൻ പ്രസൻസ് നോക്കുമ്പം ജൂനിയർ എൻടിആറും ഹൃതിക് റോഷനും ഒക്കെ നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയോ എന്നല്ല, മൊത്തത്തിൽ എവിടേക്കോ എന്തൊക്കെ കുഴപ്പമുണ്ട്. വാർ 1 എനിക്ക് അത്യാവശ്യം കുറച്ച് ഇഷ്ടപ്പെട്ടൊരു പടമായിരുന്നു. ഞാൻ ആ ഒരു ഇത് ഉള്ളതുകൊണ്ടും ജൂനിയർ എൻടിആർ ഇതിനകത്ത് വരുന്നത് കൊണ്ടും രണ്ടുപേർക്കുള്ള ആ ഒരു സ്ക്രീൻ പ്രസൻസും, അല്ലെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെ ഒരു കെമിസ്ട്രി ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ കാണാൻ വേണ്ടിയാണ് ഈ പടം പോയി കണ്ടത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് അങ്ങോട്ട് പേഴ്സണലി അത്രയും കൂടെ വർക്കായിട്ടില്ല. വാർ 1 എന്തായാലും കമ്പയർ ചെയ്യും. എല്ലാവരും വാർ 2 ആയിട്ടും വാർ 1 കമ്പയർ ചെയ്യും. കാരണം ആ സെയിം സാധനം തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയായിട്ട് വരുന്നത് കൊണ്ട് ഓഫ് കോഴ്സ് എല്ലാവരും കമ്പയർ ചെയ്യും. അതിനകത്തുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് ഇടുമ്പോൾ ഇവിടുന്നുള്ള സാധനങ്ങൾ അവിടെ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനെ ഉള്ളത് കമ്പയർ ചെയ്യും. അതുപോലെ കമ്പയർ ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് ഇവർ തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ്. അതായത് ടൈഗർ ഷറഫ് വിത്ത് ഹൃതിക് റോഷൻ, ജൂനിയർ എൻടിആർ വിത്ത് ഹൃതിക് റോഷൻ. കാരണം ടൈഗർ ഷറഫും ഹൃതിക് റോഷനും തമ്മിലുണ്ടായിരുന്ന ആ ഒരു സാധനം ഇവിടെ ജൂനിയർ എൻടിആറും ഹൃതിക് റോഷനും തമ്മിൽ കിട്ടിയിട്ടില്ല. പല സീനിലും അല്ലെങ്കിൽ ഫുൾ മൂവിയിൽ കിട്ടിയിട്ടില്ല. നമുക്ക് ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിനകത്ത് ടൈഗർ ഷറഫും ഹൃതിക് റോഷനും ചെയ്ത ആ ഡാൻസ് ഫസ്റ്റിനകത്തുള്ള വാർ ഫസ്റ്റിനകത്തുള്ള ആ ഒരു ഡാൻസ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സോങ് സെക്ഷൻ, അത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. അതിനകത്തുള്ള ഡാൻസ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് രസമുള്ള കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് ഒരു അത്രയ്ക്ക് അതങ്ങോട്ടുള്ള ഒരു സുഖം ഇല്ലായിരുന്നു. പൊന്നടാവുക, ഇതിനകത്ത് ഈ മൂവി എന്ന് പറയുമ്പോൾ ലാർജർ ദാൻ ലൈഫാണ് കാണിക്കുന്നത്. ശരിയാണ്, ലോജിക്കൊന്നും വെച്ച് മൂവി കാണാനേ പോവല്ലേ, ശരിയാണ്. പക്ഷെ എന്നാൽ പോലും F1 ട്രാക്കിൽ കൂടെ ഒരു ബോട്ട് പോകുന്നടേ, കടലിൽ നിന്ന് ചാടി നേരെ F1 ട്രാക്കിൽ, ദെൻ അവിടുന്ന് നൈട്രോ ഒക്കെ ഇട്ടുകൊണ്ട് പോയിട്ട് വീണ്ടും കടലിലോട്ട് ചാടുന്നു. എന്തുവാടേ ഇത്? അതുപോലെ തന്നെ ട്രെയിനിൻ്റെ മണ്ടയ്ക്കുള്ള കുറേ സീനും, അങ്ങനെ ഇങ്ങനെയുള്ള കുറേ ഗ്രീൻ സ്ക്രീനിൻ്റെ കുറേ സാധനങ്ങൾ, കംപ്ലീറ്റ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഈഗോ എന്തുകൊണ്ടുണ്ടായെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ബാക്ക് സ്റ്റോറി, അതൊക്കെ ഒന്നും അത്ര കൺവിൻസിങ് സാധനങ്ങളൊന്നും അല്ല. ഇന്ത്യയെ വഞ്ചിക്കുന്നു, മറ്റൊരാൾ ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുന്നു. ആ സെയിം സാധനം തന്നെ അവിടുത്തെ ഉണ്ടായിരുന്ന സെയിം സാധനം തന്നെ ഇവിടെയും വീണ്ടും ഇട്ട് ഇങ്ങനെ കാണിക്കുന്നു. കണൽ ലുത്ര എന്ന് പറയുന്ന ക്യാരക്ടർ ഇതിനകത്ത് പടമാകുകയാണ്. പുള്ളിക്കാരുടെ മകളായിട്ട് വരുന്ന കിയാറ. അത് ഓഫ് കോഴ്സ് അറിയാം, കൊണ്ടുവരുമ്പോഴേ അറിയാം ഇതിനകത്തൊരു ലവ് സാധനങ്ങൾ, ഐറ്റം ഡാൻസ്, അല്ലെങ്കിൽ പോയിട്ട് അങ്ങനത്തെ ഒരു സാധനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ തന്നെ ഇതിനകത്ത്. പിന്നെ അനിൽ കപൂർ വരുന്നുണ്ട്. കേണൽ ലുത്രയ്ക്ക് പകരം ഇതിനകത്ത് അനിൽ കപൂർ വരുന്നുണ്ട്. അനിൽ കപൂറിൻ്റെ ഒരു മാസ സീനും സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ പോകുന്ന ഒരു പടവടെ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്തൊക്കെയോ, ഞാൻ ഇന്നിറങ്ങിയ രണ്ട് പടത്തിനും ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാം പോയി. പിന്നെ ഹിന്ദിക്കാർക്ക് ഇത് മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്നാൽ പോലും അവിടെയും നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഇല്ലേടേ. പക്ഷെ അവർക്കും ഇതൊക്കെ കാണുന്നതിന് ഒരു പരിധിയില്ലേ. എന്തായാലും എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ ഹൃതിക് റോഷൻ്റെ ഭയങ്കര ഫാനാണ്. അവൻ ഈ പടത്തെക്കുറിച്ച് എന്ത് പറയുന്നു, അല്ലെങ്കിൽ പറയാൻ പോകുന്നു എന്നത് കേൾക്കാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഗൈസ്, അപ്പം അതാണ് വാർ 2. ഇനി ഇത് സ്പൈ യൂണിവേഴ്സും സ്പൈ പടവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇനി ഇതിൻ്റെ പാർട്സ് ഇനിയും വരും. കാരണം ഇതിൻ്റെ ലാസ്റ്റ് കൊണ്ടൊരു സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ബാക്കി വരാനുള്ളത്. സോ എന്തായാലും നമുക്ക് ഇതിൻ്റെ ബാക്കിക്ക് വേണ്ടി വീണ്ടും കാത്തിരിക്കാം. ഇതുപോലെ ആകാതിരുന്നാൽ കൊള്ളാം. എനിവേ ഗൈസ്, അപ്പോൾ അതാണ് വാർ 2. എനിവേ ഇന്നിറങ്ങിയ രണ്ട് പടവും ജിയ ചലെ, ജൻ ചലെ, മൂൻ ചലെ ആയിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ.